أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം എത്ര പ്രാവശ്യം ഓതുന്നുണ്ട്? നിസ്കാരത്തിൽ 5 നേരത്തെ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ എത്ര പ്രാവശ്യം ഓതുന്നുണ്ട്? റാസി 17. 17. കാരണം 17 റക്കായത്തുകളുണ്ട്. സുബഹി എത്ര റക്കായത്താണ്? 2 റക്കായത്ത്. ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇഷ 4. ഫാത്തിഹ അർത്ഥമറിയാതെ ഒരാൾ ഓതി നിസ്കരിച്ചാൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ? ഫാത്തിഹയുടെ അർത്ഥം അറിയാതെ ഒരാൾ നിസ്കരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുമോ ഇല്ലേ? ഷെസിൻ, ഇല്ല. എന്നാ നീ ഒന്ന് അർത്ഥം പറഞ്ഞ്. ഞാൻ ആയത്ത് പറയാം, ഷെസിൻ അർത്ഥം പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പറ ഷെസിൻ. ഷെസിന് അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം പറഞ്ഞു. അറിയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഷെസിൻ പറഞ്ഞേ. അറിയില്ല. ഓക്കെ, അപ്പോ ഷെസിൻ തന്നെ പറഞ്ഞു ഫാത്തിഹ ഓതിയിട്ട് അർത്ഥമറിയാതെ ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിച്ചാൽ അള്ളാഹു ആ നിസ്കാരം കബൂൽ ചെയ്യില്ല എന്ന് ഷെസിൻ പറയുകയും ഷെസിൻ നിസ്കരിക്കുമ്പോൾ അർത്ഥം അറിയാതെയാണ് ഓതുകയും ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കില്ലേ? അള്ളാഹുവിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അള്ളാഹു ആണ് എല്ലാം തരുന്നത്. വെളിച്ചം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു നൂറാണ്. അള്ളാഹുവിൻ്റെ നൂർ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തുള്ള വെളിച്ചങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു നൂറു സമാവാതി വൽ അർള്. ആകാശഭൂമികളിലെല്ലാം അള്ളാഹുവിൻ്റെ വെളിച്ചമുണ്ട്. അള്ളാഹുവാണ് നമുക്കെല്ലാം നൽകുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സൂറത്തുൽ ഫാത്തിഹ അർത്ഥം അറിയാന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അഊസുബില്ലയുടെ അർത്ഥം അറിയുന്നത്, അഊസുബില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയുന്ന എത്ര പേരുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹാഷിർ പറഞ്ഞേ. മലക്കിനെ ആട്ടി വിടുക. എന്താണ്? മലക്കിനെ ആട്ടി വിടുക. മലക്കിനെ പറ്റി എന്തോ ആണ് എന്നാണ് അവൻ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ഷൈത്വാനി എന്ന് പറയുമ്പോൾ തന്നെ മലക്കിനെ പറ്റിയാണ് എന്നാണ് ഹാഷിർ പറയുന്നത്. വേറെ ആർക്കാ പറയാനുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വാട്ട് ദ മീനിങ് ഓഫ് അഊദു ബില്ലാഹ്? ഫാത്തിമ സൻഹ. ശൈത്താനിൽ നിന്ന് രക്ഷ. ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള അഭയമാണ്. ഹാഷിറെ കേൾക്കണം. ഷെയ്ത്താൻ എന്നുള്ള ഒരു പവർ, ഒരു സാധനം ഉണ്ട് ഇവിടെ അല്ലേ? ഷെയ്ത്താൻ എല്ലായിടത്തും ഉണ്ടാവും. ഈ മീറ്റിങ്ങിലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും ഒരു ഷെയ്ത്താൻ. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഒരു ഷെയ്ത്താൻ അല്ലേ? ആ ക്ലാസ് ഇടങ്ങേറാക്കാനായിട്ട് ആ ക്ലാസ്സിലൊരു ഷെയ്ത്താൻ ഉണ്ടാവും.
ഒരു സ്കൂളിൽ ഉണ്ടാവും ഒരു ഷെയ്ത്താൻ. ഉം. ഒരു സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും ഒരു ഷെയ്ത്താൻ. ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവും ഒരു ഷെയ്ത്താൻ. ഈ ഷെയ്ത്താൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഷെയ്ത്താന്റെ ജോലി എന്താണ്? എന്താണ് ഷെയ്ത്താന്റെ ജോലി? ഫർസീനെ, എന്താണ് ഷെയ്ത്താന്റെ ജോലി? ഡോക്ടറാ? എഞ്ചിനീയറാ? എന്താണ് ഷെയ്ത്താന്റെ ജോലി? ഡ്രൈവറാ? ഹംദാൻ? സാർ ഒരാൾ നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതുകൊണ്ട് ഇപ്പൊ ആ ആ, പറഞ്ഞോ. ഒരാൾ ഖുർആൻ ഓതാൻ പോവാന്ന് വിചാരിച്ചോളെ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഓതാ, ഇനി കുഴപ്പമില്ല ഓതണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്, ഫോൺ കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ഷെയ്ത്താന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഷെയ്ത്താന്റെ പ്രശ്നം എന്താ സത്യത്തിൽ? ഷെയ്ത്താൻ എന്താ വേണ്ടത്? ആതിഫ്. ഷെയ്ത്താന് നരകത്തിൽ ഒറ്റപ്പെടുന്നതാണ്. നരകത്തിൽ ഒറ്റപ്പെടുന്നതാണോ ഷെയ്ത്താന്റെ പ്രശ്നം? നമ്മളൊക്കെ വലിച്ചതിലെ നരകത്തിലെ അവന്റെ ഒക്കെ ഷെയ്ത്താനെ ഫയറിനോടല്ലേ ഉണ്ടാക്കിയത്, അല്ലേ? ആ അപ്പൊ പിന്നെ ഷെയ്ത്താനെ ഫയറിലിട്ടാല് ഷെയ്ത്താന് പ്രശ്നമാവോ? ഇല്ലായിരിക്കും. ഇല്ലായിരിക്കും. അപ്പോൾ ഷെയ്ത്താന് പറ്റിയ ഫയർ വേറെ പഠിച്ചുണ്ടാക്കിക്കോളും, അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഷെയ്ത്താന്റെ പ്രശ്നം അതൊന്നുമല്ല. ഷെയ്ത്താന്റെ പ്രശ്നം ഈഗോ ആണ്. ഈഗോ ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഈഗോ ഉള്ളവരൊക്കെ കൈപൊക്ക്. ഈഗോ എന്താ, അഹങ്കാരം എന്താന്ന് അറിയുന്നൊരു കൈപൊക്ക്. ഷെസിന്, എനിക്ക് അഹങ്കാരം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഈ അഹങ്കാരം? എന്താണ് അഹങ്കാരം? ഈഗോ എന്ന് പറയുന്നത് എന്താണ്? റാസി, എന്താണെടാ? മറ്റൊരാൾക്ക് നല്ലത് കിട്ടിയാൽ നമ്മളെ അതില് ഇത് അത് അസൂയ, അല്ലേ? അസൂയ. അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് സൈക്കിൾ വാങ്ങി, എനിക്ക് സൈക്കിൾ ഇല്ല, അസൂയ, അല്ലേ? മൊബൈല് അവിടെ വേറൊരു കുട്ടിക്ക്, ക്ലാസ്സിലൊരു കുട്ടിക്ക് നല്ലൊരു ടാബ് ഇപ്പോൾ വാങ്ങിക്കൊടുത്ത് കേട്ടപാടെ തുടങ്ങി അസൂയ, അല്ലേ? അസൂയ. അസൂയ വേറെ. അഹങ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനസ്സിൽ അണു അളവ് അഹങ്കാരം ഉള്ളവൻ സ്വർഗത്തിൽ കിടക്കില്ല. അപ്പൊ ഇനി അഹങ്കാരം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്ത് പോകണോ വേണ്ടേന്ന് നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനിക്കാം. അഹങ്കാരം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്യട്ടെ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ സ്വർഗത്ത് പോകണോ നരകത്ത് പോകണോ നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനമാക്കാം. അഹങ്കാരം ഉണ്ടായാൽ എന്നല്ല പറഞ്ഞ കേട്ടോ, അണു അളവ്. അണു അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണു എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മൾ ബാക്ടീരിയാസ് കണ്ടിട്ടില്ലേ? ബാക്ടീരിയ കാണൂല, അല്ലെ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പലതും ഇവിടെ ഉണ്ട്, അല്ലേ? ഇപ്പൊ ഞാൻ പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടത്, ഒരാള് പൂച്ചന്റെ കൈമന്ന് ഇങ്ങനെ ഒരു പിന്നോട്ട് ഇങ്ങനെ എന്തോ ഇങ്ങോട്ട് തോണ്ടിയെടുക്കുമ്പോൾ അതിലൊന്നും കാണുന്നൊന്നുമില്ല. മൈക്രോസ്കോപ്പിൽ ഇട്ടിട്ട് നോക്കുമ്പോണ്ട് ഒരുപാട് ജീവികൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പൂച്ച, അല്ലേ? എന്നിട്ട് അതിൽ ക്യാപ്ഷൻ കൊടുത്തതാണ്, നിങ്ങൾ ബെഡിൽ പൂച്ചനെയായിട്ടാണോ കിടക്കല് എന്ന് ചോദിക്കുകയാണ്. ഇത്രയും വൃത്തികേടുകൾ ഈ ജീവികളുടെ ഒക്കെ ബോഡിയിൽ ഉണ്ട് കേട്ടോ. അതൊക്കെ പൂച്ചനെടുത്ത് ഉമ്മ കൊടുക്കുന്നവരും കെട്ടിപ്പിടിക്കുന്നവരൊക്കെ, നായായാലും പൂച്ചയായാലും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. കൈ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. റൈറ്റ്? നമുക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. കോവിഡ് ഉണ്ടോ? നിങ്ങൾക്ക് കോവിഡ് വന്നവരൊക്കെ കൈപൊക്ക്. നിങ്ങൾക്ക് ആർക്കും കോവിഡ് വന്നിട്ടില്ല? ഇത്രയും കോവിഡ് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കും വന്നില്ല? കോവിഡ് വന്നവരെ കണ്ടവര് കൈപൊക്ക്. കോവിഡ് വന്നവരെ കണ്ടവര്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ കോവിഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ചില അസുഖങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അറിയാൻ പറ്റും. അഹങ്കാരം ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അഹങ്കാരം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം അഹങ്കാരം എന്താന്ന് പറഞ്ഞാലല്ലേ അഹങ്കാരം ഉണ്ടോ എന്ന് മനസ്സിലാവുക. അഹങ്കാരം എന്താന്ന് ആരാ പറയാ? ആർക്കാ പറയാൻ പറ്റുക? ഒരു അഹങ്കാരിയായ അല്ലെങ്കിൽ ഒരു അഹങ്കാരിച്ചിയായ ഒരാൾ പറഞ്ഞേ. അല്ലെങ്കിൽ അഹങ്കാരം എന്താ?
ആഷിർ പറ, അഹങ്കാരം എന്താണ്? അഹങ്കാരം നമ്മുടെ നല്ല സാധനം ഉണ്ടെങ്കിലും മറ്റു കുട്ടീനടുത്ത് നല്ല സാധനം ഉണ്ടാവില്ല, അപ്പൊ നമ്മൾക്കൊരു അഹങ്കാരം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. അപ്പൊ ഉണ്ടാവണ സാധനമാണ് അഹങ്കാരം. ഉം, ഉം. അതൊരു ഓൻ്റെതായ ഒരു ഡെഫിനിഷൻ പറഞ്ഞതാണ്. ഓൻ്റെ നല്ലൊരു സാധനം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൻ്റെ കയ്യിൽ നല്ലൊരു സൈക്കിൾ ഉണ്ട്. നമ്മൾ സൈക്കിളിൽ തന്നെ പറയാം, നല്ലൊരു സൈക്കിൾ ഉണ്ട്, ബൈസിക്കിൾ അല്ലേ, അടിപൊളി സൈക്കിള്. ഓൻ്റെ ഫ്രണ്ട്സിനൊന്നും അതില്ല. അപ്പോൾ ഓനക്കൊരു ഒരു 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 ഗെറ്റപ്പാണ് അല്ലേ. ഓനിങ്ങനെ അതിന് മേലെ ഇങ്ങനെ ഓടിച്ചിട്ട് ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ചെന്നിട്ട്, എടാ നോക്കടാ ഇതിന്റെ ബെല്ല്, ബ്രേക്ക് നോക്കടാ, ഗിയർ നോക്കടാ, ഹൈ ഹൈ ഹൈ, മറ്റു അവര് തൊടാൻ കൊടുക്കൂല. ഇവന്റെ ഒരു ജാട അല്ലേ. ഇതൊരു സ്മോൾ വേർഷൻ ഓഫ് അഹങ്കാരം. ഹംദാന്. എല്ലാ കാര്യങ്ങളും നമ്മളാണ് വലിയ ആള്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളാണ് വലിയ ആളെന്ന് കരുതുന്നവര്. അതെ അതെ അതെ, വളരെ സിമ്പിൾ ആയിട്ട് ഹംദാൻ അത് പറഞ്ഞു. അന റബ്ബുക്കുമുൽ അഅല. നമ്മുടെ ഫിറഔൻ പറഞ്ഞത് പോലെ, ഞാനാ വലിയ ആള് എന്നുള്ള വിചാരം, ഞാനാണ് വലിയവൻ എന്ന വിചാരം, എന്നെക്കാട്ടിൻ ടോപ്പ് ആരും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇല്ല, ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും ടോപ്പ് എന്ന് വിചാരിക്കുക. അതൊരു തരം അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, അത് ചെറിയൊരു പ്രശ്നമല്ല, വലിയൊരു പ്രശ്നമാണ് അല്ലേ. അങ്ങനെ അഹങ്കാരികളായ മനുഷ്യന്മാർ, അത് ചിലപ്പോൾ ഓരോ ആളുകൾക്കും കുറച്ച് കുറച്ചായിരിക്കും. ചെറിയ മനസ്സിൽ ചെറിയ അഹങ്കാരം ഉണ്ടാവും, ചിലർക്ക് വലുതുണ്ടാവും. ആ അഹങ്കാര ബോധം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കില്ല. അതായത് അത് നമ്മുടെ എല്ലാ നന്മകളെയും ഇല്ലാതാക്കുന്ന ഒരു ദുസ്വഭാവം കൂടിയാണ്. അപ്പോൾ ഇബിലീസിന് പറ്റിയ പ്രശ്നവും അത് തന്നെയാണ്. ഇബിലീസിന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഫയർ അല്ലേ. ജിന്ന് വർഗത്തെ അള്ളാഹു ഫയറെന്നും മലക്കുകളെ ഫയറും ലൈറ്റും ആണ്, മലക്കുകളെ ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഫയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജിന്ന് വർഗത്തെ, ആ ജിന്ന് വർഗത്തോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ കഥ അറിയുന്നവർ കൈബുക്ക്. സുജൂദ് ചെയ്യാൻ പറഞ്ഞ കഥ അറിയുന്നവർ കൈബുക്ക്. ഓക്കെ, ജിയ പറഞ്ഞേ, എന്താണ് കഥ? ആദം അലൈഹിസ്സലാമിനെ ഉണ്ടാക്കിയ സമയത്ത് അള്ളാഹ് പറഞ്ഞ മലക്കുകളിനോട് പിന്നെ ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ. അപ്പൊ ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടില്ല, പക്ഷെ മലക്കുകൾ സുജൂദ് ചെയ്തു. അല്ല, ഇബിലീസ് സുജൂദ് ചെയ്യാതിരിക്കാൻ ഇബിലീസ് പറയുന്ന ഒരു ന്യായമുണ്ട്. ആ ന്യായമാണ് അവിടെ അഹങ്കാരം എന്ന് പറഞ്ഞത്. ഞാൻ ഈ സാധനത്തിനേക്കാളും വലിയ ആളല്ലേ. അങ്ങനെയാണ് മനുഷ്യനെ അങ്ങനെ വില കുറച്ച് കണ്ടു ഇബ്ലീസ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വല്യപ്പ. ഇവിടെ മീറ്റിങ്ങിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും ഉപ്പയാണ് ആര്? ആദം അലൈഹിസ്സലാം. ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെയും ഉപ്പയാണ് ആദം അലൈഹിസ്സലാം അല്ലേ. അല്ലേ? ആണ്. കുരങ്ങനാണോ? നിങ്ങളെ സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ടോ, കുരങ്ങനാണെന്ന് വല്യപ്പ? കുരങ്ങന് മാറി മനുഷ്യൻ വന്നതാണെന്ന് അങ്ങനൊന്നും ഇല്ലല്ലോ. അതൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു അല്ലേ. മങ്കി ഡോങ്കി ഒന്നും അല്ല. ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് ലോകത്തെ എല്ലാ മനുഷ്യന്മാരും. അപ്പൊ ആദം നബി അള്ളാഹു സൃഷ്ടിച്ചത് ഭൂമിയിലാണോ, ചൈനയിലാണോ, അമേരിക്കയിലാണോ, എവിടെയാണ് അള്ളാഹു ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്? ആർക്കാ അറിയാം? എവിടെയാ അള്ളാഹ് ക്രിയേറ്റ് ചെയ്ത അവരെ? നാസിൻ, സ്വർഗത്തിലാണ്. ഈ സ്വർഗം എവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വർഗത്തിലാണ്. അത് വേറെ ലോകത്താണ് അല്ലെ. ലോകങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരുപാട് വിശാലമായിട്ട് ആകാശങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് വെച്ച് ആദ്യമായിട്ട് ആദം നബിയെ അള്ളാഹു സൃഷ്ടിക്കുകയും ഹവ്വ ബീവിയെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അവരവിടെ സ്വർഗത്തിൽ ജീവിക്കേണ്ടായിരുന്നു. അവിടുന്ന് ആദം അലൈഹി സ്വലാമിനെ പുറത്താക്കിയത് ആരാണ്? പുറത്താക്കാനുള്ള കാരണം ഉണ്ടാക്കിയത് ആരാണ്? ആയിഷ സന. ഇബ്ലീസിന് എന്താ ഇബ്ലീസ് ചെയ്തത് പുറത്താക്കാൻ വേണ്ടിയിട്ട്? അത് അള്ളാഹു ഒരു പഴം കഴിക്കണ്ട പറഞ്ഞു ആദം നബിനോട്. നബി അത് കഴിച്ചു. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെ പ്രലോഭിപ്പിക്കുക എന്നുള്ള പണിയാണ് ഇബിലീസ് ചെയ്തത്. ഇബിലീസ് അങ്ങനെ നമ്മളെ വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തി. മാത്രമല്ല, അവിടുന്ന് ഇബിലീസ് എടുത്തൊരു പ്രതിജ്ഞയുണ്ട്, ഈ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യന്മാരുടെ പിന്നാലെ ഞാൻ ഉണ്ടാവും വഴിതെറ്റിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഇബിലീസും മനുഷ്യനും തമ്മിൽ ശത്രുതയുണ്ടാവുന്ന പിന്നിലുള്ള കഥ അത് തന്നെയാണ്. ഇബിലീസിന്റെ അഹങ്കാരമാണ് ഇബിലീസിനെ സുജൂദ് ചെയ്യാൻ. പക്ഷേ ഇബിലീസിന് പണിഷ്മെന്റ് കിട്ടി, ഇബിലീസിന് ശിക്ഷ കിട്ടി. ആ ശിക്ഷക്ക് അതിനുള്ള റിവഞ്ചാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരെ വഴിതെറ്റിക്കാനുള്ള ഇബിലീസിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇബിലീസ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ഇബിലീസ് വർക്ക് ചെയ്യൽ എവിടെയാണ്? എവിടെയാ ഇബിലീസിന്റെ ജോലി സ്ഥലം? നമ്മുടെ മനസ്സിലാണ്. സുദൂർ എന്നാണ്, നെഞ്ചിൻ്റെ ഉള്ളിലാണ് ഇബിലീസ് പണിയെടുക്കുന്നത്. എന്താ പണിയെടുക്കുന്നത്? എന്ത് നല്ലത് ചെയ്യാൻ തീരുമാനിച്ചാലും ഉടനെ വന്ന് വിലങ്ങ് തടി പറയുന്ന, അല്ലെ മുടക്കം പറയുന്ന പണിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ നന്മയെ ഇല്ലാതാക്കുക എന്ന പണിയാണ് ഇബിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇബിലീസിൽ നിന്ന് അള്ളാഹുവോടുള്ള രക്ഷയായിട്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റജീം എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട, ശപിക്കപ്പെട്ട പിശാച്, ഔട്ട്കാസ്റ്റഡ് അല്ലെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ആരെങ്കിലും ശല്യം ചെയ്യാൻ വരലുണ്ടോ വീട്ടിൽ? നിങ്ങൾ അയാളെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം എന്താ? ഇബ്ലീസ് 2 ടൈപ്പ് ഉണ്ട്. ഇബ്ലീസ് മനുഷ്യന്മാരുടെ രൂപത്തിലും വരും. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഉണ്ട് നിങ്ങളുടെ കാക്ക വന്നിട്ട് പറയണ അത് ചെയ്യണ്ട. അപ്പോൾ അയാളുടെ കണ്ണ് നോക്കിയിട്ട് ഇങ്ങനെ പറയാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം ഇപ്പൊ കാക്കയല്ല, ഇപ്പൊ കാക്കന്റെ റോളിലല്ല വന്നത്. ഇപ്പൊ ഇക്കാക്കയുടെ ഉള്ളിൽ ഒരു സാധനത്തെ ഞാൻ കാണുന്നു അല്ലെ. എന്താണ്? ഇബിലീസ് അല്ലെ, ഇബിലീസാണ്. ഇനി ഉമ്മയും ഉണ്ടാവും. ഉമ്മ ഇബിലീസ് ആവോ? ഉമ്മയും ഇബിലീസ് ആവും, ഉപ്പയും ഇബിലീസ് ആവും, ആരും ഇബിലീസ് ആവും. നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഇബിലീസിന്റെ പണി തന്നെയാണ് അല്ലെ. ഇബിലീസ് വന്നിട്ട് പണിയെടുക്കുകയാണ്. അപ്പൊ മിനൽ ജിൻ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഖുർആനിൽ പറഞ്ഞതാണ്, മനുഷ്യന്മാരുടെ രൂപത്തിൽ ഇബിലീസ് വരുന്നു. നിങ്ങളെ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഇല്ലേ? 2 ഫ്രണ്ട്സ് ഉള്ളവര് കൈപൊക്കി, 3 ഫ്രണ്ട്സ് ഉള്ളവര്, 4, 5, ഈ ഫ്രണ്ട്സ് ഇബിലീസ് ആവില്ലേ? ഫ്രണ്ട്സ് ഇബിലീസ് ആവില്ലേ? നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇബിലീസ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഫ്രണ്ടിന്റെ രൂപത്തിൽ വരും, ഓൺലൈനിൽ വരും, ചാറ്റിൽ വരും, വാട്സപ്പിൽ വരും, സോഷ്യൽ മീഡിയയിൽ വരും. എല്ലായിടത്തും വന്ന് ഇബിലീസ് നിങ്ങളെ ആ കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള പണിയാണ് ചെയ്യുക. നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ അപ്പം തന്നെ ഇബിലീസ് എന്തെങ്കിലും വരും, എന്തെങ്കിലും പറഞ്ഞിട്ട്. ഇബിലീസിനെ നമ്മളെ 2 രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുള്ളൂ, 2 വഴിയേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഇബിലീസിന് നമ്മളെ വഴിതെറ്റിക്കാൻ 2 വഴിയേ ഉള്ളൂ. ആർക്കാ പറയാൻ പറ്റുക? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ താഖിലൂൻ. നിങ്ങൾ ചിന്തിക്ക്. ക്ലാസ്സിന്റെ ഇടയിൽ നിങ്ങൾ പറയണത് അഷ്ബ, ഏതാണ് വേ നമ്പർ 1? മനുഷ്യന്റെ രൂപത്തില് വരിക. 1 മനുഷ്യരൂപത്തിൽ വരിക എന്നുള്ളതാണ്. മനുഷ്യരൂപത്തിൽ വരിക പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പുതിയ ആള് പിന്നെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുമൊന്നുമില്ല. നിങ്ങളെ വീട്ടിലുള്ള ആൾ തന്നെയാണ് ഇബ്ലീസ് ആവുക. അതെങ്ങനെ? നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇജ്ജൊന്ന് പോയാ അങ്ങോട്ട് ഇബ്ലീസ് ആവാതെ. കേട്ടണോ? മലപ്പുറത്തൊക്കെ പറയില്ല, ഇജ്ജൊന്ന് പോയാ അങ്ങോട്ട് ഇബ്ലീസ് ആവാതെ. എന്താണ് പറഞ്ഞത്? അങ്ങനെ കേട്ടിട്ടുണ്ട്? ആ സ്ലാങ് മനസ്സിലാവുണ്ടോ? മലപ്പുറത്തുകാരെ അങ്ങനെ പറയാം, ഇജ്ജ് എന്നൊക്കെ പറയാം. ഇജ്ജൊന്ന് അങ്ങോട്ട് പോയാ ഇബിലീസ് ആവാതെ, ഒന്നങ്ങോട്ട് പോയാ ഇബിലീസ് ആവാതെ എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിന്റെ പണിയാണ്. ഇപ്പൊ ചെയ്യണ ഇബിലീസിന്റെ പണിയാണ് അല്ലെ. എന്ത്? നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറപ്പെടുകയാണ്, അപ്പട്ടുണ്ട് അത് മുടക്കാൻ വേണ്ടി വന്നിരിക്കണം ഇബ്ലീസ്. അപ്പോ ഏതൊരു നന്മക്കും തടസ്സം നിൽക്കുന്ന പണി മനുഷ്യരൂപത്തിൽ വരുന്ന. അപ്പൊ മനുഷ്യരൂപത്തിൽ വരുന്ന ഇബിലീസിനെ നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? നിങ്ങൾ പറ. മനുഷ്യരൂപത്തിൽ വരുന്ന ഇബിലീസുമാരെ നമ്മുടെ അനിയനായിട്ടും ഇക്കാക്കയായിട്ടും ഇത്താത്തയായിട്ടും കുടുംബക്കാരായിട്ടും അയൽവാസികളായിട്ടും സുഹൃത്തുക്കളായിരിക്കും ടീച്ചേഴ്സായിട്ടും അധ്യാപകരായിട്ടും ഒക്കെ വരും. എല്ലാവരുടെ ബോഡിയിലും കയറിയിട്ട് നമ്മുടെ ശല്യം ചെയ്യാൻ വരുന്ന ഇബിലീസിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? എഴുതാ നമ്മള് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് അത് ഞാനൊരു തമാശ പറഞ്ഞതാ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഹേർട്ട് ചെയ്യും കേട്ടോ. ഒരാളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
ഞാനിപ്പോ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ അത് തടസ്സം നിൽക്കാൻ വന്ന നിങ്ങൾ ഇബ്ലീസാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ. അയാളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെ ബാപ്പാന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയൽവാസികളെ പിന്നെ ആരെങ്കിലും വരുമ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ അടി നടക്കും അല്ലെ? അവര് ചീത്ത പറയും നമ്മളെ അല്ലെ? അപ്പോ അതങ്ങനെ ഉണ്ടാവും, അങ്ങനെ നടക്കും. ഉമ്മ, നിങ്ങളെ ഉമ്മയും ബാപ്പയും, നിങ്ങളെ ബാപ്പനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് ചോദ്യം അല്ലേ? ബാപ്പന്റെ ജ്യേഷ്ഠാനുജന്മാരെ കണ്ടിട്ടുണ്ടോ? സിബ്ലിങ്സിനെ, ഉപ്പാന്റെ അനിയന്, ഉപ്പാന്റെ കാക്ക, അവരൊക്കെ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിച്ചു. സപ്പോസ് വിചാരിച്ചോ, വെറുതെ വിചാരിച്ചാൽ മതി. വലിയൊരു സർജറി വേണം, കുറെ പൈസ വേണം. അവർക്കാവട്ടെ നല്ല ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഉപ്പ കുറച്ച് ക്യാഷ് വേഗം അലമാരയിൽ നിന്ന് വേഗം എടുത്ത് പോവാണ്. എങ്ങോട്ട്? സ്വന്തം അനിയന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്, ആശുപത്രി കിടക്കുന്ന അനിയന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുമ്പോ പിന്നൊരാൾ ഒരു വിളി വിളിക്കുന്നു. ആരാണ് വിളിക്കുക? ആരാ വിളിക്കുക? നിങ്ങളുടെ ഉമ്മ അല്ലേ? ഏയ്, നിങ്ങൾ എന്താ എല്ലാ പൈസ എടുത്ത് കൊടുക്കണേ? നമുക്ക് ഇവിടെ ഒന്നും വേണ്ടേ? കുറച്ച് പൈസ അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ പൈസ അവിടെ പിടിച്ചു വാങ്ങാണ്. അപ്പൊ അവിടെ ഇബിലീസിന്റെ പണി അവിടെ നടക്കണേ അല്ലേ? അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഇബിലീസിന്റെ പണികൾ നിരന്തരമായിട്ട് മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ട്, ശരിക്ക് സത്യമാണോ എന്നറിയില്ല, സ്വർഗത്തിൽ വെച്ച് ആ ഫ്രൂട്ട് ആദം നബി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആ കഥ അറിയോ? ആദം നബി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദം നബിക്ക് തോന്നി അത് കഴിക്കണം എന്നൊക്കെ. ഇബ്ലീസ് വന്നിട്ട് ആദം നബിനോട് പറഞ്ഞു, ഈ ഫ്രൂട്ട് കഴിച്ചാൽ കാലാകാലവും സ്വർഗത്ത് കിടക്കുക, ഇവിടെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ നടന്ന് വസുവാസം ഉണ്ടാക്കിയപ്പോഴും ആദം നബി അത് തിന്നില്ല. പിന്നെ അത് തിന്നാനുള്ള കാരണം എന്താന്ന് ആർക്കെങ്കിലും അറിയോ? തമാശയാണ് എയ്സ. എന്താ ആദം നബിന്റെ ആ, ഭാര്യ. ആ, വൈഫ് പറഞ്ഞതാ എന്നാണ് പറയപ്പെടുന്നത്. അത് ശരിയാന്നുള്ള അറിയില്ല. നമുക്ക് ആരെങ്കിലും, നമ്മളാരെങ്കിലും ഒക്കെ ഇനി മീറ്റ് ചെയ്യുമ്പോൾ ഇൻഷാല്ല സ്വർഗത്തിൽ വെച്ചിട്ട് നമ്മൾ ചോദിക്കാം, പ്രൂവ് ചെയ്യാം. അത് പക്ഷെ പറയപ്പെടുന്ന ഒരു സംഭവമാണ്. അത് നബി അത് സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വൈഫ് ഇങ്ങനെ ഒന്ന് പറിച്ചേരി കാക്ക അല്ലെ, ഒന്ന് പറിച്ചേരി, നല്ല ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും പിന്നാലെ കൂടിയപ്പോ അത് നബി പറിച്ചോടുകൂടി പിന്നെ കണ്ണുറങ്ങും ഭൂമിയിൽ എത്തിയിട്ടുണ്ട് അല്ലെ. നിങ്ങളിവിടെ ജീവിച്ചാൽ മതി തന്നെ. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. തറവാട്ടിൽ നിന്ന് പുറത്താക്കി അല്ലെ? തറവാട്ടിൽ നിന്ന് നമ്മളൊക്കെ പുറത്താക്കി. നമ്മളെ മാത്രമല്ല, മക്കളൊക്കെ പുറത്താക്കി. ഒരാളെ ഒരു വീട്ടിൽ നിന്ന് നിങ്ങളെ തറവാട്ടിൽ നിന്ന് നിങ്ങളെ ഉമ്മാനി ഉപ്പാനി പുറത്താക്കിയാല് മക്കളും പോകേണ്ടി വരുമല്ലോ. അതുപോലെ നമ്മളൊക്കെ ഇവിടെ ആയി അല്ലെ? ആ ഫ്രൂട്ട് തിന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ കഷ്ടപ്പെടേണ്ടി ഉണ്ടാവില്ലല്ലോ അല്ലെ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ? വെടിവെപ്പും കൊലയും കൊള്ളയും അതൊന്നും അവിടെ ഇല്ലല്ലോ. ഹാപ്പി ലൈഫ് അല്ലേ സ്വർഗത്തിൽ? അവിടെ നിൽക്കായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ തറവാട്ടിൽ നിന്ന് പുറത്താക്കി എല്ലാവരും തിരിച്ചെടുക്കൂല. ചില കണ്ടീഷൻസ് ഉണ്ട് തിരിച്ചെടുക്കണമെങ്കിൽ. അതായത് സ്വർഗത്തിൽ എത്തണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെ മാത്രമേ അങ്ങോട്ട് എത്തുള്ളൂ. അപ്പൊ ഇബ്ലീസിന്റെ വേ ഓഫ് നമ്പർ 1, നമ്മുടെ വീട്ടിലുള്ള മനുഷ്യന്മാരെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മനുഷ്യന്മാര് വഴി നമ്മളെ വഴിതെറ്റിക്കുക എന്നുള്ളത്. അത് സോഷ്യൽ മീഡിയ ആയാലും മതി, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വരുന്ന മനുഷ്യന്മാരൊക്കെ ഇത് വഴി തെറ്റിക്കാൻ വേണ്ടി വരുന്നവർ തന്നെയാണല്ലോ അല്ലെ? അവർക്കൊന്നും വേറെ പണിയില്ലല്ലോ അല്ലെ? നമ്മളെ വഴി തെറ്റിക്കുക എന്നുള്ളതല്ലേ അവരുടെയൊക്കെ പണി. അപ്പൊ ആ പണികൾ അങ്ങനെ ചെയ്യും അല്ലെ? അത് ചിലപ്പോൾ മനുഷ്യനായിക്കൊള്ളണമല്ല പോലെ വേറെ പലതും ആവാം. ഓക്കെ. പിന്നെ ഇബ്ലീസിന്റെ പണി എന്താണ്? മനസ്സിന്റെ ഉള്ളിലാണ്. മനസ്സ് എവിടെ ഉള്ളത്? തലന്റെ ഉള്ളിലാണോ നെഞ്ചിന്റെ ഉള്ളിലാണോ? മനസ്സ് എവിടെ ഉള്ളത്? മനസ്സ് നമുക്ക് ഊരി വെക്കാൻ പറ്റുമോ? ഇല്ല. ഉറക്കത്തിൽ വരെ മനസ്സുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ വരെ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ഈ മനസ്സിന്റെ ഉള്ളിലാണ് മൂപ്പരുടെ പ്രധാനപ്പെട്ട പണി. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മൂപ്പരെ ഓടിക്കാൻ ഒരു സൂറത്തുണ്ട്. ആർക്കെങ്കിലും അറിയോ? 2 സൂറത്തുണ്ട്. അതങ്ങ് ഓതിയാല് ഓടിയിട്ട് 1 കിലോമീറ്റർ അങ്ങ് ഓടിപ്പോയിക്കോളും ഇബ്ലീസ്. ഏതൊക്കെ സൂറത്തുകളാണ്? ആ അർത്ഥറിഞ്ഞ് ഓതണേ, വെറുതെ ഓതിട്ട് കാര്യമില്ല. അർത്ഥറിഞ്ഞ് അള്ളഹാനോട് ദ്വാ രൂപത്തിൽ ഓതണം. ആയിഷാസന, ആഴത്തുൽ കുർസി. ആയത്തുൽ കുർസി അല്ല. ആയത്തുൽ കുർസി വേറൊരു ഹദീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി മുഅവ്വിദത്തൈനി എന്നറിയപ്പെടുന്ന 2 സൂറത്തുകളുണ്ട്. ആർക്കറിയാം? രണ്ട് സൂറത്ത് നിങ്ങൾക്ക് അറിയാം. സേറ? ആ. ഫാത്തിഹ. ഫാത്തിഹ ഒന്നുമല്ല. അഞ്ച്. ഇതൊക്കെ നമ്മുടെ നിസ്കാരത്തിലെ ദുആ അല്ലേ? നിങ്ങൾക്ക് ആർക്കും അറിയില്ല? കഷ്ടമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇബ്ലീസിനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയാണ് ഡെയിലി രാത്രിയിലെ.
ഇബ്ലീസിനെ ഓടിക്കാതെയാണ് നിങ്ങൾ ഉറങ്ങുന്നത്. ശരി ശരി. ജിയ, ഫലക്കും നാസും. സൂറത്തുൽ ഫലഖ് ആൻഡ് സൂറത്തുൽ നാസ്. ശരി ഉത്തരാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസ്. സൂറത്തുൽ നാസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സകല പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ അഭയം ചോദിച്ചുകൊണ്ടുള്ള 2 സൂറത്തുകളാണ്. അർത്ഥം പഠിക്കണം. സ്ഥിരമായി ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ആയത്തുൽ കുർസി, ആമന റസൂലൊക്കെ ഓതുന്നതിന്റെ കൂടെ, ഫാത്തിഹ ഓതുന്നതിന്റെ കൂടെ സൂറത്തുന്നാസും ഫലക്കും അതറിയാത്ത ആരും ഇല്ലല്ലോ. അത് നിർബന്ധമായിട്ടും ഓതണം. പ്രത്യേകിച്ച് മഗ്‌രിബ് നിസ്കാരത്തിലും അത് ഓതണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് പതിവാക്കുക. അപ്പോൾ ഇബിലീസാണ് നമ്മുടെ എനിമി. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഇബിലീസിനോടാണ്. ആ ഇബിലീസിനെ നമ്മൾ കാണൂല. കാണാത്ത ഇബിലീസിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. കാണാണേ ഒന്ന് നമുക്ക് നല്ലതൊന്ന് കൊടുക്കാമായിരുന്നു അല്ലേ, ഒരു അല്ലേ, വെടിവെച്ച് കൊല്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ കാണാത്ത ഇബിലീസിന് എന്ത് ചെയ്യും? കാണാത്ത ഇബിലീസിനോടുള്ള ഫൈറ്റ് നമ്മൾ ചെയ്യുക. നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ എന്താ ചെയ്യുക? ഇബിലീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇത് തന്നെയാണ്, ദുആയാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ അഊദുബില്ല എപ്പോഴും അത് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, നമുക്ക് അഊദുബില്ല ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലേ. ഇബിലീസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ, ശരി. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാനുള്ള സമയമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർക്ക് എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ തീരുമാനിക്കുക വേഗം. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം ഇപ്പോൾ. ഓക്കെ, ജിയ ചോദിക്കാൻ. മൂസ അലൈഹിസ്സലാമിന്റെ സമയത്ത് ഈ ജനതകള് മൂസ അലൈഹിസ്സലാമിനെ ഇടങ്ങാറാക്കിയപ്പോ അള്ളാഹ് അവരെ ശപിച്ചിട്ട് മങ്കിയാക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് എങ്ങനെയാ ഇനി ഹ്യൂമൻസിനെയാണോ ജനിക്കാൻ അതോ മങ്കിയായിട്ട് തന്നെയാണോ? അറിയില്ല, ഞാൻ ആ കാലത്ത് ഇല്ലായിരുന്നു. ഞാൻ ഈ 1990-ലാണ് ജനിച്ചത്. അന്ന് ഞാനില്ലായിരുന്നു. അന്നുണ്ടായിരുന്ന നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് സെൽഫി എടുക്കായിരുന്നു. മങ്കിയാണോ? ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ, ഈ തലൻ്റെ ഉള്ളൊന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇത് വർക്ക് ചെയ്യണ്ടേ, ബ്രെയിന് വർക്ക് ചെയ്യണ്ടേ. നിങ്ങൾ ചിന്തിക്കുക, എന്നാലല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്ക്. ആരാ ചോദിക്കുക? കൈ പൊക്ക്. കൈ ഇങ്ങനെ പൊക്കിയാൽ മതി. സന ചോദിക്ക്. ഇബ്രാഹിം നബിന്റെ കാലത്ത് നബിനെ തീയിൽ കിട്ടപ്പോ എന്താണ് ആരാണ് അതിനെ തീയിൽ ഇടാൻ പറഞ്ഞത്? തീയിലിടാൻ പറഞ്ഞ അവിടുത്തെ രാജാവല്ലേ. ഇബ്രാഹിം നബിയുടെ സ്റ്റോറി അറിയില്ലേ? അവിടെയുള്ള മെയിൻ പിന്നെ ബിംബങ്ങളെ മുഴുവനും പോയിട്ട് ഒരു ദിവസം ഒരു മഴുവായിട്ട് പോയിട്ട് മുഴുവൻ ബിംബങ്ങളെ അടിച്ച് പൊട്ടിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വാപ്പയാണ് ഇതുണ്ടാക്കിയത്, ആസർ. ഓക്കെ, ആ ബിംബങ്ങളെ മുഴുവൻ അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് ഏറ്റവും വലിയ ബിംബത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തു, ആക്സ് കോടാലി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആൾക്കാർ പറഞ്ഞോളണ്ടി നീയാ ചെയ്ത്, ഞാനല്ലാന്ന്. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിക്ക് കറകളഞ്ഞ തൗഹീദ് ഇസ് എവറിത്തിങ് ക്രിയേഷൻസ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പക്ഷേ നമ്മളുടെ ഈ ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളും ഈസ് എ ക്രിയേഷൻസ്, ഇസ് നോട്ട് എ ക്രിയേറ്റർ. അത് സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ അല്ല പൂജിക്കേണ്ടത്, സൃഷ്ടാവിനെയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സത്യം. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ? നിങ്ങളുമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാട്ടോ. നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലേക്കും 1st സെഞ്ചുറിയിലേക്കും ലോകം ഉണ്ടായ കാലത്തേക്കുള്ള കഥകളും ചോദ്യങ്ങളും ഒന്നും അല്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം. ഷെസിൻ. സാറേ, നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് ആദം നബി. അപ്പൊ മൃഗങ്ങൾ ഇപ്പൊ ആരാ? മൃഗങ്ങൾ
മൃഗങ്ങൾ ഉപ്പ ആരാന്നോ? ആ കോഴിന്റെ ഉപ്പ കോഴി, പൂച്ചന്റെ ഉപ്പ പൂച്ച, പട്ടിയുടെ ഉപ്പ പട്ടി, നായയുടെ ഉപ്പ നായ. നായയുടെ ഉപ്പ ആരാ? ആ ഉം അത് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. ഉം. പിന്നെ അതിലും ആണും പെണ്ണും ഉണ്ടല്ലോ. ചിലർക്കൊക്കെ പെട്ടെന്ന് പ്രാവിനൊക്കെ വളർത്തുന്ന കുട്ടിയൊക്കെ അറിയാം, ഫിഷിനൊക്കെ വളർത്തുന്നവർക്ക് അറിയാം ആണേതാ പെണ്ണേതാ ഒക്കെ മനസ്സിലാവും. ചിലതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ? ഉം. പൂച്ചകളൊക്കെ പിന്നെ ആൺപൂച്ച പെൺപൂച്ച ഒക്കെ ഉണ്ട്. ഓക്കെ. ഇലാന് ആദം നബിനെ തീയിലിട്ടപ്പോ രക്ഷിച്ച ആരായിനു? ആദന്നെ പിന്നെ തീയിലിട്ടിട്ടില്ല. എവിടുന്നാ ചോദ്യങ്ങളൊക്കെ വരുന്നത്? അതിനെ തീയിലിട്ടിട്ടില്ല കേട്ടാ. അതാ വീണ്ടും ചോദ്യം. ആ സാറേ ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ അള്ളാഹു. അതായത് അത്ഭുതങ്ങൾ കുറെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. കുറെ അത്ഭുതങ്ങൾ നമ്മൾ കാണാത്ത കുറെ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ട ഒന്നാണത്. തീ തീ പിന്നെ ഐസാക്കി കൊടുത്തു, തണുപ്പാക്കി കൊടുത്തു എന്ന് പറയുന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആഷിർ. അപ്പൊ മൂസാ നബിനെ ഏത് കടന്നാ കിട്ടിയത്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങോട്ടാണല്ലോ പോണത്. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്? നിങ്ങളെ ക്വസ്റ്റ്യൻസ് ചോദിക്ക്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്ക്. നിങ്ങളെ കാലഘട്ടത്തിലുള്ള നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനത്തെ ചോദ്യങ്ങളാണ് വേണ്ടത്. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ട് ഒരു ചോദ്യം കൊണ്ടാ. പല്ല് തേക്കാതിരിക്കാൻ പാടുണ്ടോ? ഇസ്ലാമിൽ ഒരു മുസ്ലിമിന് പല്ല് തേക്കാതെ നടക്കാമോ? എന്നും കുളിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ചോദിക്കുക. അങ്ങനത്തെ ചോദ്യം ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്ക്. സെൻഹ. സാറിന് ആ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ രാത്രി ഉറങ്ങണതിന്റെ മുന്നേ സൂറത്തുൽ കൗസർ ഓതി നമ്മൾക്ക് 1000 നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും പറഞ്ഞു. അത് ശരിയാ? അതാരാ പറഞ്ഞ്? ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടതാ. ഓലോട് പോയി ചോദിച്ചോക്ക്. ഏ എന്താ ചെയ്യാ? ഇനി പ്രതിഫലം തരുന്നൊക്കെ പഠിച്ചോനാ. അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ഓരോരുത്തർ വന്നിട്ട് ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളോട് പറയാ, വെറുതെ ആയിട്ട് പറയാം, നിങ്ങൾ ദിവസം സൂറത്തുന്നാസ് ഓതുകയാണ്, നിങ്ങൾക്ക് 1 lakh പ്രതിഫലം കിട്ടുന്നു. പ്രതിഫലം ഞാനല്ലല്ലോ തരുന്നത്, അത് അല്ലല്ലേ. അത് അള്ള തീരുമാനിക്കും. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക. പിന്നെ ഈ പ്രതിഫലം എന്നുള്ളത് ഈ ചുണ്ടോട്ട് ഇങ്ങനെ ഓതണേനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം നമ്മൾ ബോഡി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് കേട്ടാ. മനസ്സിലായോ? നാവുകൊണ്ട് ഇങ്ങനെ കിടകിട പറയുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ബോഡി കൊണ്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. ചെയ്തിട്ടാണ് നമ്മൾ ബോഡി കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ കൂലി ഉണ്ടാക്കേണ്ടത് കേട്ടാ. നിസ്കരിക്കുക അതിൻ്റെ ഒരു പാർട്ടാണ്, ബോഡി കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. കുളിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഇന്ന് കുളിച്ചവർ കൈവോക്കി. വൃത്തിയുള്ളവർ. ആ മാഷാ അല്ലാ, ഗുഡ്. ഇന്ന് 5 നേരം 4 നേരം ഒന്നും എടുത്തവർ 5ാമത്തെ നേരം ആവുന്നല്ലേ ഉള്ളൂ. ഒന്നും എടുത്തിട്ടുണ്ടോ? അതൊക്കെ നമ്മളെ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റിയിലൂടെ തന്നെ നമുക്ക് കിട്ടും. രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റ് വിരിച്ചവർ, എണീറ്റ് ഉടനെ ബെഡ്ഷീറ്റ് വിരിച്ചവർ, ഇന്ന് ഉച്ചക്ക് ചോറ് തിന്നിട്ട് പ്ലേറ്റ് കഴുകി വെച്ചവർ, പ്ലേറ്റും ഗ്ലാസും, നമുക്ക് കൂലിയുള്ള കാര്യമാണ്. ഒക്കെ കൂലിയുള്ള കാര്യം. നമ്മൾ ചെയ്യുന്ന നിയത്തനുസരിച്ച് എല്ലാം കൂലിയുള്ളതാ. ഉറങ്ങുന്നവരെ കൂലിയുള്ളതാ അല്ലേ? സുബഹിക്ക് എണീക്കണം എന്നുള്ള നല്ല നിയത്തോടെ ഉറങ്ങുമ്പോൾ, ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ അതും കൂലിയുള്ളതാണ്. ഇന്ന് ഒരാളെയും ശല്യം ചെയ്യാത്തവരൊന്ന് കൈവക്ക്. ഇന്ന് വീട്ടിലുള്ള ഒരാളെ ഇടങ്ങാറാക്കാത്തവര്. ഇതാണ് ഏറ്റവും വലിയ കൂലിയുള്ള കാര്യം. നാവുകൊണ്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് കൂലിയുള്ള കാര്യമാണ്. കൂലിയില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നിങ്ങൾ നാവുകൊണ്ട് വേറെ ആളെ ഗീബത്ത് പറയാതെ, തെറി പറയാതെ ഇരിക്കുന്നതാണ്. അതാ ഇനിയിപ്പോ ലാസ്റ്റേക്കാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നൈല. സാറേ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങാൻ പാടില്ല? സുബഹിസ്കരിച്ച ശേഷമാണ് ഏറ്റവും സുഖം ഉറങ്ങാൻ. നീ ഉറങ്ങലില്ല? അല്ല, എന്റെ അമ്മ അങ്ങനെ പറയലുണ്ട്, അതിന് ശേഷം ഉറങ്ങാൻ പാടില്ല. നമുക്ക് എപ്പോഴാണ് ഉറക്കം വരുന്നത് അപ്പൊക്കെ ഉറങ്ങാം. സുബഹിസ്കരിക്കാതെ ഉറങ്ങിയാലാണ് പ്രശ്നം.
അല്ലേ നൈല? സുബഹി നിസ്കരിക്കാതെ ഉറങ്ങുന്ന ചില വമ്പന്മാരും വമ്പത്തികളും ഇവിടെ ഉണ്ട്, അവരാണ് പ്രശ്നക്കാര് അല്ലേ. ബട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എടുക്കാൻ നൈല ഇവിടെ ശ്രദ്ധിക്കുക, ഇതുകൂടി കേൾക്ക്, അത് മാത്രം കേട്ടാ പോരാ, നാളെ മുതൽ ഇന്ന് ഉറങ്ങാലോ എന്ന് പറയാ ഇവിടുന്ന്. ഇതും കൂടി കേൾക്ക്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സണ്ണ് ലൈറ്റ് വരുന്നത് വരെ ഇബാദത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഖുർആൻ ഓതിയിട്ടും വിക്ർ ചൊല്ലിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ആ സമയത്ത് ഉറങ്ങുന്ന അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കണ അറിയോ? രാത്രി 12-1 മണി വരെ റീൽസും കണ്ടിരിക്കും. എന്നിട്ട് സുബൈക്ക് എണീറ്റാ പൊന്തൂല. എന്നിട്ട് സുബൈക്ക് എണീറ്റിട്ട് 2 റക്അത്ത് വേഗം നിസ്കരിച്ച് വേഗം പോയി ഉറങ്ങാം. അത് പോയി ഉറങ്ങിക്കോളിയല്ല, അപ്പൊ എന്ത് ചെയ്യാനാ? അപ്പൊ പിന്നെ നിങ്ങൾ ദിക്കറിലിരുന്നാല് നല്ല ദിക്കറായിരിക്കും പിന്നെ ഉണ്ടാവുക അല്ലേ. അത് പോയി ഉറങ്ങിക്കോ. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നീ ഇപ്പൊ നെയ്ല ഗൾഫിലാണെങ്കിൽ GCCയിലാണെങ്കിൽ ഈ പറഞ്ഞ് നടക്കുകയല്ല. സുബൈക്ക് ശേഷം ഉറങ്ങി തന്നെ വേണ്ടി വരും. ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സുബൈക്ക് ശേഷം ഉറങ്ങേണ്ടി വരും, നിസ്കരിച്ച ഉടനെ ഉറങ്ങേണ്ടി വരും, അടുത്ത ഡ്യൂട്ടിക്ക് പോകാനായി. അങ്ങനെയൊക്കെ ഉള്ളവർ എന്താ ചെയ്യുക? അതൊന്നും ഒരു ഹറാമൊന്നുമല്ല. ബെസ്റ്റ് ബെസ്റ്റ് സുബൈ നിസ്കരിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങും. പക്ഷെ എനിക്ക് തോന്നുന്നത് 24 hours ഏറ്റവും ഉറങ്ങാനുള്ള നല്ല സുഖമുള്ള സമയം പ്രത്യേകിച്ച് കേരളത്തിൽ സുബൈക്ക് ശേഷമാണ് അല്ലേ. അല്ലേ, വെക്കേഷനിലൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഉറങ്ങില്ലേ രാവിലെ അല്ലേ. രാത്രി നട്ടപ്പാതിര 12-1 മണി വരെ ഈ സ്ക്രീനിൽ നോക്കി നിന്നിട്ട് കണ്ണിന് റെസ്റ്റ് വേണ്ടേ? ഓക്കെ, ഇനി എൻഡ് ചെയ്യാം, നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ടൈം അധികം, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ എടുക്കേണ്ടത്? സേറ ഫ്രം ചൈനയിൽ സുഖമാണോ എന്ന് എങ്ങനെ ചോദിക്കുക? എനിക്ക് അവിടുത്തെ ഭാഷയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു വേർഡ് പോലും അറിയില്ല. എന്തെങ്കിലും ഒരു വേർഡ് അറിയോ? നിനക്ക് മനസ്സിലാവോ? ഒരു വേർഡ് പറഞ്ഞ, ഒരു വേർഡ് പറ. ചൈനയിൽ മുസ്ലിംസ് ഉണ്ട്, അവിടെ പള്ളികളൊക്കെ ഉണ്ട്. എന്തേലും വേർഡ് അറിയോ? ചൈനയിലെ വേർഡ് പറഞ്ഞേ. ഏ നീ ഹാ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു മൂക്കൊണ്ട് കൂടുതൽ മൂക്കാണ് ഉപയോഗിക്കലെന്ന് തോന്നുന്നു അല്ലേ. ഹാ 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 എന്നുള്ള സൗണ്ടാ വരലെന്ന് തോന്നുന്നുണ്ട്. ചില കുട്ടികളോട് പിന്നെ ബിസ്മി ഓത് ഞാൻ പറയും, ചൈനീസ് ഭാഷയിൽ ബിസ്മി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ്രായേല് ഈസാ നബി വന്നിട്ട് നിർത്തുള്ളൂ. ഇസ്രായേലോ? ഈ യുദ്ധം എപ്പോഴാ നിൽക്കാന്നാണ്. ഇത് നിൽക്കൊന്നുമില്ല. അവരത് കഴിഞ്ഞാല് അടുത്തത് സൗദിക്ക് കയറും, അടുത്തത് UAE കയറും. ഇവർക്ക് തന്നെ പരിപാടി, ഓല് ഇതിന്റെ ടീമാണ്, കൊല്ലുന്ന ആൾക്കാരാണ്. അത് ലോകാവസാനം വരെ ഇവർ കൊന്നുകൊണ്ടേയിരിക്കും. ഇവര് പണ്ട് നിങ്ങൾ ഹിറ്റ്ലറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അന്ന് ഇവരെ പരിപാടി ഇതാണ്. ഇവരുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ, ഇവർക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവരത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് രാജ്യങ്ങൾ വെട്ടി, അവർ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന, അവർ പരലോകമൊന്നും അവർക്ക് ലക്ഷ്യമല്ല. അവരങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. ലോകം തുടങ്ങിയ മുതലേ ഇവരെ പണി തന്നെയാണ്. ഓക്കെ, അവരത് ചെയ്തുകൊണ്ടിരിക്കും. അവര് ഇപ്പൊ ഫലസ്തീൻ മൊത്തം ഒരു കൊടുത്തു എന്ന് തന്നെ വിചാരിക്കും. അപ്പൊ സൗദി അറേബ്യ വിചാരിച്ചില്ലേ, സൗദിയിലൊക്കെ എങ്ങാനും ഡെസേർട്ട് എത്ര ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ മൊത്തം ഫലസ്തീനിലെ മൊത്തം ആള് എത്ര ലക്ഷം ഉള്ളത്, 25 ലക്ഷം ആളുകൾക്ക് കംപ്ലീറ്റ് നിസ്കരിക്കാനുള്ള അപ്പാർട്ട്മെന്റ്സ് സൗദിയും GCC മൊത്തം അങ്ങ് ഉണ്ടാക്കി കൊടുത്താലും ഇവര് ഗസ കഴിഞ്ഞ് അടുത്ത് തുടങ്ങും, അടുത്ത ജോർഡാൻ അല്ലെ ഈജിപ്ത്, ഇതൊക്കെ ഇവർക്ക് വേണ്ടി വരും. ഇവരെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൊത്തം UAE മൊത്തമുള്ള അല്ലെങ്കിൽ മൊത്തം അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവര് നിർത്തുന്നില്ല, അവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് നിർത്തൂല എന്നുള്ളത് ഇതിന്റെ ഏറ്റവും രസകരമായ സംഭവം എന്താ അറിയോ? അപ്പൊ ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹ് പറയാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ സുജൂദ് ചെയ്യാൻ പറഞ്ഞതിന്റെ മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് ഈ ലോകത്തിലെ ആദ്യത്തെ കഥ. നിങ്ങൾ കഥ അറിയുന്നവരല്ലേ നിങ്ങൾ എല്ലാവർക്കും? നിങ്ങൾക്ക് സ്റ്റോറി അറിയില്ലേ? ഈ ലോകത്തെ ഫസ്റ്റ് സ്റ്റോറി ഞാൻ പറയാൻ പോണ്. നിങ്ങൾ ആരും കേട്ടില്ലല്ലോ? നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ, ഈ വേൾഡിലെ ഫസ്റ്റ് സ്റ്റോറി എന്താണ്? ഈ ലോകത്തെ ഏറ്റവും ഫസ്റ്റ് സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോണത്. കേട്ടോളൂ കേട്ടോ, കേൾക്കാത്തവർക്ക് നല്ല രസമുള്ള സ്റ്റോറിയാണ്.
ഓക്കെ, ഈ ലോകത്ത് നടന്ന ആദ്യത്തെ സ്റ്റോറി, അത് കഴിഞ്ഞിട്ടാണ് സകല സ്റ്റോറി. ഫിലിമൊക്കെ ഉണ്ടാക്കില്ലേ, ഫിലിമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി വെച്ചിട്ടാണ് അല്ലേ? ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ഫിലിം ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾ സിനിമ കാണാത്തവരാണോ? നിങ്ങൾ സിനിമ കാണുന്നവരാണോ കാണാത്തവരാണോ? ഏയ്, സിനിമ കാണുന്നവർ കൈപൊക്ക്. സിനിമ കാണുന്നവർ കൈപൊക്ക്. അത് ശരി, എല്ലാവരും കാണുന്നവരാണല്ലോ. കാണാത്തവർ കൈപൊക്ക്. സിനിമ കാണാത്തവരും ഉണ്ട്, കാണുന്നവരും ഉണ്ട്. സിനിമ കാണുന്നവരെ കണ്ടവർ കൈപൊക്ക്. സിനിമ കാണുന്നവരെ കണ്ടവർ. ഓക്കെ, അപ്പൊ സിനിമ കാണുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരു സ്റ്റോറി അടുത്ത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് സ്റ്റോറി വരിക അല്ലേ? സിനിമ കാണുന്നവരോട് ചോദിച്ചാൽ മതി, സ്റ്റോറി കാണാത്തവർ കാണുന്നവരോട് ചോദിച്ചാൽ മതി, അവർ പറയും ഒരു സ്റ്റോറി ബേസ്ഡ് ആണ്. ഇപ്പൊ 2002 ഗുജറാത്തിൽ നടന്ന കലാപം അല്ലെ, 2000-ഓളം മുസ്ലിങ്ങളെ ചുട്ടുകൊന്ന ഈ ഗസയൊക്കെ പോലെ ഒരു സംഭവം ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കഥകളുടെയും മുമ്പുള്ള ആദ്യത്തെ സ്റ്റോറി പറയാൻ പോവാണ്. അള്ളാഹു ഖുറാനിൽ 1000 കഥകളുണ്ട്, 1000 സ്റ്റോറീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റോറി, ഫസ്റ്റ് സ്റ്റോറി, ഈ ലോകത്തെ ആദ്യത്തെ സ്റ്റോറി പറയട്ടെ. ഇതാ, നിങ്ങൾ കേട്ടോന്നറിയില്ല. ആദ്യമായി അള്ളാഹു ആകാശഭൂമികൾ ഉണ്ടാക്കി, ഈ ഭൂമിയൊക്കെ ഉണ്ടാക്കി, ഈ ഭൂമി കംപ്ലീറ്റ് ഉണ്ടാക്കി. ഏത്? ഈ നമ്മളിപ്പോൾ പറയുന്ന മലപ്പുറവും കോഴിക്കോടും കേരളവും പിന്നെ ഇന്ത്യയും ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ. അപ്പോൾ ഈ ഭൂമിയിൽ ബിൽഡിങ്സ് ഇല്ല, ആലോചിച്ച് നോക്കൂ, പുഴകളും ഇത് മാത്രമുള്ള ഇത്, അങ്ങനെയുള്ള ഒരു ഭൂമി അള്ളാഹ് ക്രിയേറ്റ് ചെയ്ത്. എന്നിട്ട് അള്ളാഹു മനുഷ്യനെ ഉണ്ടാക്കി, ആദമിനെ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മണ്ണുകൊണ്ട്. ഈ മണ്ണ് നമ്മുടെ നാട്ടിലെ മണ്ണൊന്നും അല്ല കേട്ടോ, അത് വേറെ. ആ മണ്ണുകൊണ്ട് ആദം അലൈഹി സ്വലാമിനെ, നമ്മുടെ വല്ലിപ്പാനെ ഉണ്ടാക്കി. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് ഞാൻ ഇവരെ വിടാൻ പോവാണ്. അപ്പൊ പഴം തിന്നുകൊണ്ട് മാത്രമല്ല ഭൂമിയിൽ എത്തിയത്. ഓക്കെ, മനസ്സിലായില്ലേ? ട്വിസ്റ്റ് ഉണ്ടായില്ലേ? പഴം തിന്നുകൊണ്ട് മാത്രമല്ല ഭൂമിയിലെത്തി, അതല്ല നേരത്തെ പറഞ്ഞതാ. അപ്പൊ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, മലക്കുകൾ ഒരു വളരെ എന്താ പറയാ, വളരെ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയില്ലേ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ഖലീഫ എന്ന് ചോദിക്കുമ്പോൾ, ഖാലു അതജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫികു ദിമാ, രക്തം ചിന്തുന്ന, യുദ്ധം നടത്തി രക്തം ചിന്തുന്ന, ബ്ലഡ് ചീറ്റുന്ന ഈ മനുഷ്യന്മാരെയാണോ നീ സൃഷ്ടിക്കുന്നത്? നാട്ടിൽ വിടാൻ ഭൂമി പോയ നല്ലൊരു സ്ഥലത്തേക്ക് വിടുന്നത് ഇവരെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് മലക്കുകൾ. എന്ത് മീനിങ് ഫുൾ ആണ് ഈ ലോകത്തെ ആദ്യത്തെ സംസാരവും അതിന്റെ മറുപടിയും. അത് കറക്റ്റാണ്, ഇന്നും അതന്നെയല്ലേ സംഭവിക്കുന്നത്. എത്ര ബ്ലഡ് ചീറ്റി, എത്ര കുട്ടികളെ കൊല്ലുന്നു, എത്ര ആളുകൾ കൊലപാതകം നടന്നുണ്ട്, അത് ലോകാവസാനം വരെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെങ്ങാനും ഗസലാണ് അള്ളാഹു സൃഷ്ടിച്ചതെങ്കിലോ? ഗസ പോട്ടെ, പട്ടിണിയുള്ള നാടുകൾ ആലോചിച്ച് നോക്കൂ. ഈ ബീച്ചിലൊക്കെ പോയിട്ട് പിന്നെ മണ്ണെടുത്തിട്ട് പത്തിരി പോലെ ആക്കി തിന്നുന്നവർ, ചളിവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ, ഭക്ഷണം ഇല്ലാതെ ഇന്ത്യയിൽ തന്നെ എത്ര ആളുകളുണ്ട്. അള്ളാഹു തന്ന വലിയ നിഅമത്തിലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ടല്ലേ ഗൾഫ് ഉണ്ടായത് അല്ലേ? സൗദി ഉണ്ടായത്, ഖത്തർ ഉണ്ടായത്, ബഹ്റൈൻ ഉണ്ടായത്, എല്ലാ GCC രാജ്യങ്ങളും ഈ അവസ്ഥയിലേക്ക് എത്തി, വലിയൊരു മാറ്റം ഉണ്ടായത്, അറബ് ലോകത്തിന് ഇത്രയും വലിയ സാമ്പത്തിക ഭദ്രത ഉണ്ടായതും അതിന്റെ തണലിൽ കേരളം വളർന്നതും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ്. ആ തണലിലാണ് നമ്മൾ ചോറ് തിന്നുന്നതും ഒരർത്ഥത്തിൽ. അതും മാത്രമല്ല, അള്ളാന്റെ നിയമത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ചില കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഏതായാലും ദുആ ചെയ്യാം, അള്ളാഹുവേ നന്ദിയുള്ള മനുഷ്യരാക്കണേ അല്ല. നാളെ പറയാം, നാളെ ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാം ഇൻഷാ അല്ലാ. ടൈം ഇന്നത്തെ നിർത്തുക. ഇങ്ങനെ കൈവച്ചാൽ നമ്മൾ പിന്നെ ഇബ്ലീസ് വന്നിട്ട് ഒന്നും ചെയ്യൂല. നമ്മളിങ്ങനെ ആമീൻ പറഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കുമല്ലോ. അള്ളാഹുവെ, ഇങ്ങനെ കൈവയ്ക്കൽ നിർബന്ധമൊന്നുമല്ല, എന്നാലും ഇങ്ങനെ വെച്ചാൽ പിന്നെ അതിൽ ഫോക്കസ് ചെയ്യുമല്ലോ, ഒരു ഫോക്കസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവെ നല്ല മനുഷ്യരാക്കണേ അല്ല, നന്ദിയുള്ളവരാക്കണേ അല്ല. ഇബ്ലീസിന്റെ പൈശാചികമായ തെറ്റായ എല്ലാ വിധത്തിലുള്ള ശല്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ല.
അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കണേ അല്ല. അള്ളാഹുവെ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ല. ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയൽവാസികൾക്കോ കുടുംബത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കണേ അല്ല. അള്ളാഹുവെ ലോകത്തെ അക്രമം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവരെ നീ അർഹമായ നല്ല ശിക്ഷ കൊടുക്കണേ അല്ല. അവർക്ക് നീ ദുനിയാവിൽ വെച്ച് തന്നെ പാഠം പഠിപ്പിക്കണേ അല്ല. അക്രമത്തിന് ഇരയാവുന്ന ആളുകൾ പ്രത്യേകിച്ച് ഗസയിലൊക്കെയുള്ള ഫലസ്തീനിലുള്ള അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകണേ അല്ല. അവർക്ക് ദുനിയാവില്ല, അവർക്ക് പരലോകത്തിൽ സ്വർഗം നൽകണേ അല്ല. അള്ളാഹു അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ല. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനാ സഗീറ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.